എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് കർമ്മമാണെന്നാണ് ബുദ്ധന്മാർ പറയുന്നത്. ബുദ്ധന്മാരുമായിട്ട് സഹകരിച്ച് പോകുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുമെല്ലാം അത് അങ്ങനെയാണെന്നുള്ള കാര്യം അവർ ധരിച്ചു വച്ചിരിക്കുന്നു, മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രത്തിന് ഇങ്ങനെ ഒരു കർമ്മത്തിൻ്റെ ഒരു ഗതി, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അതിനൊരു മിസ്റ്റിക്കൽ ഡയമെൻഷൻ ഉള്ളത് കൊണ്ടാണോ അവർക്കത് കണ്ടെത്താൻ സാധിക്കാത്തത്? തീർച്ചയായിട്ടും മിസ്റ്റിക്കൽ ഡയമെൻഷൻ തന്നെയാണ് അതിന് കാരണം എംപാരിക്കലായിട്ടൊരു കാര്യം പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ശാസ്ത്രത്തിൻ്റെ വിചാരണയ്ക്ക് മുമ്പിൽ ഒരു കാര്യത്തിന് പ്രതിഷ്ഠിതമാകാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കർമ്മ സിദ്ധാന്തത്തെ സംബന്ധിക്കുന്ന പൂർണ്ണമായ ഒരു അവബോധം എല്ലാ വിഭാഗം പണ്ഡിതന്മാരിലും ഒന്നാമതായിട്ടില്ല. കാരണം അവർ പല വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരാണ്. ചിലർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവ അങ്ങനെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ കർമ്മത്തിൻ്റെ സിദ്ധാന്തത്തെ മുഴുവൻ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലതിലും പല ഫിലിമിൻ്റെ ഡയലോഗുകളിലും കർമ്മം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഒരുപക്ഷെ ബുദ്ധ ദർശനത്തിൻ്റെ അന്തർദേശീയ വ്യാപകമായിരിക്കുന്ന ഒരു പ്രചാരം കൊണ്ട് വന്നതായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പാശ്ചാത്യ മനസ്സുകളിൽ പോലും ആ കാഴ്ചപ്പാട് കടന്നു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു മിത്തെങ്കിലും കൊണ്ടു നടക്കുമോ എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷെ അതിന് ശാസ്ത്രീയമായിട്ട് സാറ് പറഞ്ഞ പോലെ ഒരു ധാരണ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാകണം. അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ്റെ ഗവേഷണത്തിന് വിധേയമായിക്കൊണ്ട് ഒരു മിസ്റ്റിക്കൽ തലത്തിൽ നിന്ന് അതീതമായിട്ട് ഭൗതികമായിട്ട് തന്നെ ഉള്ള ഒരു നിലനിൽപ്പ് അതിന് വേണം. ഭൗതികമായിരിക്കുന്ന ഒരു കാര്യത്തെ മാത്രമേ ശാസ്ത്രം കാണുന്നുള്ളൂ. പാരാനോർമലായിട്ടുള്ള കാര്യങ്ങളോ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും തന്നെയും ശാസ്ത്രം വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാരാസൈക്കോളജി എന്ന് പറയുന്ന വിഭാഗം തന്നെയും കുറേ ജ്ഞാനവൃദ്ധന്മാരുടെ ഒരു ജൽപ്പനമായിട്ട് മാത്രമേ ഒരുപക്ഷെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ കാണുന്നുള്ളൂ. എന്നാൽ അവയിൽ പലപ്പോഴും സത്യത്തിൻ്റെതായ അംശങ്ങളുണ്ടെന്നാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. പക്ഷെ അവയൊന്നും അംഗീകരിക്കാനുള്ള ഒരു താല്പര്യം ശാസ്ത്ര മനസ്സിന് ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കർമ്മം ഒരു മിത്തായിട്ട്, അല്ലെങ്കിൽ ഒരു സങ്കല്പമായിട്ട്, അല്ലെങ്കിൽ ഒരു എനിഗ്മയായിട്ട് ഒക്കെ അവശേഷിക്കാനേ സാധ്യതയുള്ളൂ. പിന്നെ സാറ് പറയുന്ന പോലെ അതിന് ശാസ്ത്രീയമായൊരു അടിത്തറയുടെ ആവശ്യമൊന്നും, അല്ലെങ്കിൽ ശാസ്ത്രീയമായൊരു അംഗീകാരത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം വേറെ ഒന്നുമല്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അതിനെ മനസ്സിലാക്കിയാൽ എന്ത്, മനസ്സിലാക്കിയില്ലെങ്കിലുണ്ട്. പിന്നെ ഈ നിയമം അറിയാതിരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രകൃതിയിലെ എല്ലാ ലീലകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുവൻ ഒരു വ്യക്തിയുമായിട്ട് അടുക്കുന്നതും ആ വ്യക്തിയുമായിട്ട് പിരിയുന്നതും ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും ആ വ്യക്തി വിധേയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഇതെല്ലാം കർമ്മമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാലും അത് അറിയാമെങ്കിൽ ഇതിന്ന് നടക്കുന്നില്ല. നിസ്സാരമായിട്ട് ജീവിതത്തിൻ്റെ നിസ്സാരത, ജീവിതം എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെയായി ഇല്ലാതാകാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ തന്നെയും നമുക്ക് പ്രവർത്തന നിരാശ ഉണ്ടാകും. ഒരു കാര്യവും ചെയ്യാനുള്ള താല്പര്യം മനുഷ്യനുണ്ടാവില്ല. കാരണം മൃഗസമാനമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഒരുപക്ഷെ അറവ് ശാലയിൽ നിൽക്കുന്ന ആടുകൾ പോലും ഇണചേരാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അത്തരത്തിലൊരു അവസ്ഥ മനുഷ്യനില്ല. മനുഷ്യൻ കുറച്ചുകൂടി ചിന്തിക്കുന്നവനാണ്. അപ്പം അവന് നിസാരത ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ആസന്ന മരണനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പലപ്പോഴും വിശാലമായ ചിന്താഗതി ഉൾക്കൊള്ളുകയും അവൻ്റെ സങ്കുചിതമായ മനസ്ഥിതികളെ പലപ്പോഴും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടാണല്ലോ കണ്ടുവരുന്നത്. പലരും പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ വിശാല മനുഷ്യരായിരുന്ന രീതി കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിലാണ് മനുഷ്യൻ നിത്യമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവൻ എത്തുകയാണ്. അതായത് അവൻ അനിത്യമാണ് അവൻ്റെ ശരീരം എന്നുള്ള നിത്യബോധം അവനിൽ വരികയാണെങ്കിൽ പിന്നെ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂലാതാവും. ചിലപ്പോൾ ഒന്നും ചെയ്യില്ല. അവൻ അധ്വാനിക്കണം എന്നില്ല, ആഹാരം കഴിക്കണം എന്ന് പോലുമില്ല, സമ്പാദിക്കണം എന്നില്ല, കുടുംബം പുലർത്തണം എന്നില്ല. ഇതിൽ നിന്നൊക്കെ അവൻ തിര്യങ്മുഖനായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അത് തടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മായയാണ്. മായയാണ് ഒരുവനെ ജീവിതത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ ഈ പ്രകൃതിയുടെ ലീലയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രേരണ തുടർന്ന് പോകുന്നിടത്തോളം കാലം മാത്രമേ അറിഞ്ഞോ അറിയാതെയോ കർമ്മബന്ധങ്ങളിൽ ചെന്ന് വീഴുകയും അവയുടെ ഫലങ്ങളിലൂടെ നടന്നു പോവുകയും ഈ പറഞ്ഞ ഒരു ലീല പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അതിനെ ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കണം എന്നുള്ളൊരു നിർബന്ധം വേണ്ട, അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ താല്പര്യം. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിൻ്റെ സഹായം വേണമെന്നൊരു വാശി നമുക്കുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നൊരു സ്വഭാവമാണത്. ആ സ്വഭാവം കൊണ്ട് നമുക്ക് ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ എന്തെങ്കിലും കാണാൻ. നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതായ കാര്യങ്ങൾ ശാസ്ത്രരീത്യ ശരിയാണോ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരറിയുമ്പോൾ എന്തു പറയും എന്നൊക്കെയുള്ള ഭയമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ വേറെ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തിനോടുള്ള താല്പര്യമൊന്നുമല്ല. ശാസ്ത്രത്തിന് അപഥ്യമായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ മറ്റുള്ളവർ ധരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചത് നമുക്ക് ശാസ്ത്രത്തിൻ്റെ സപ്പോർട്ട് വേണമെന്നൊരു ആഗ്രഹം കൂടെ ഉണ്ട്. കാരണം ഒരു സുഖം, ഇത്രയേ ഉള്ളൂ. ഇതൊരു മാനസികമായ താൽക്കാലികമായിരിക്കുന്ന ഒരു കാര്യം, ഒരു വ്യാമോഹമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനൊരു വൈകല്യമാണെന്ന് ഞാൻ വിളിക്കുന്നില്ല. ഒരു വ്യാമോഹം എന്ന് വിളിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വൈകല്യത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്, എന്നാൽ കാര്യമില്ലാത്തതുമായ ഒരു സാങ്കേതികമായിട്ടാണ്. അപ്പം അതിന് ശാസ്ത്രത്തിൻ്റെ സപ്പോർട്ട് വേണമെന്നുള്ളത് നിർബന്ധമൊന്നും വച്ചിട്ട് കാര്യമൊന്നുമില്ല. ശാസ്ത്രം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശാസ്ത്രം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ്റെ ഭൗതികമായിരിക്കുന്ന പുരോഗതിക്ക് ശാസ്ത്രം അത്യന്താപേക്ഷിതമാണ്. അനുനിമിഷം നമ്മൾ ശാസ്ത്രത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോഫോണും ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സെൽഫോണുകളും ഈ ഇത് ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമറയും ഒക്കെ തന്നെയും ശാസ്ത്രത്തിൻ്റെ സംഭാവനകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശാസ്ത്രം മോശമാണെന്ന് പറയാൻ നമ്മുടെ തൊട്ട് കഴിഞ്ഞ് അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ബുദ്ധന്മാരെ പോലെ ഒരു മണ്ടനല്ല ഞാൻ. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ ഇരുന്നുകൊണ്ട് ശാസ്ത്രത്തെ തള്ളിപ്പറയുക ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അവർ. അത് തമാശയാണ്. അതായത് അവരുടെ നിത്യവൃത്തിക്ക് ശാസ്ത്രമില്ലാതെ ഒന്നും പറ്റുകയുമില്ല. അപ്പോൾ അത്തരത്തിൽ ശാസ്ത്രം കർമ്മ സിദ്ധാന്തത്തെ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ധരിക്കുന്നത്. ശാസ്ത്രം വളരെ വ്യക്തമായി ഫോർ എവരി ആക്ഷൻ ദെയർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഭൗതികമായിരിക്കുന്ന ഒരു ഭാഷയിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭൗതികമായൊരു ഭാഷയാണത്. അതൊരിക്കലും ആത്മീയമായ ഭാഷയല്ല അദ്ദേഹം ഉപയോഗിച്ചത്, പക്ഷേ ഭൗതികമായിട്ട് തന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്തു. തീർച്ചയായിട്ടും തീർച്ചയായൊന്നുമില്ല. എല്ലാ ശാസ്ത്രജ്ഞന്മാരും അതെ. ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവർ പള്ളിയിൽ പോയോ അമ്പലത്തിൽ പോയോ അല്ലെങ്കിൽ ചാനപ്രദർശനം നടത്തിയോ അല്ല അവരുടെ ജ്ഞാനം തെളിയിക്കേണ്ടത്. അവരുടെ തീക്ഷണ ശക്തി കൊണ്ട് അവർ സമൂഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവർ സാധകന്മാരുമാണ്. അവർ ശാസ്ത്രത്തെ സാധകം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് കലകളെ സാധകം ചെയ്യുന്ന പോലെ തന്നെ ശാസ്ത്രത്തെ സാധകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സത്യാന്വേഷികളുമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നാം ഒരു ബിബ്ലിക്കൽ മൊറാലിറ്റിയുടെ പശ്ചാത്തലത്തിൽ ശാസ്ത്രജ്ഞന്മാരെ ബൈബിൾ സത്യത്തെ
തെറ്റിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാരെ കുരുതി കൊടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പിറകിൽ അല്ല നമ്മൾ നിൽക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്ക് അവരെ ഇവിടെ ഇപ്പം ഭാരതീയമായിരിക്കുന്ന കാഴ്ചപ്പാടെടുത്തു കഴിഞ്ഞാൽ ലോകായുധന്മാരും ചാർവാകന്മാരും ഒക്കെ ശ്രുതിസമ്മതരായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. വിവരം കെട്ട ഒരുപാട് പേര് ഒരുപക്ഷെ അത്തരം സ്കൂളുകളെ നശിപ്പിക്കാൻ വേണ്ടി, അത്തരം ജ്ഞാനശാഖകളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്ന് സംശയമൊന്നുമില്ല. ഒക്കെ വിവരം കിട്ട മനുഷ്യർ എല്ലായിടത്തും ഉണ്ട്. മനുഷ്യരുണ്ടായേ തീരുള്ളൂ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായേ തീരുള്ളൂ. അങ്ങനെയുള്ളവർക്കും അവരുടേതായ ധർമ്മപ്രകൃതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലുമുള്ള ലോകായത ദർശനങ്ങളെയും അല്ലെങ്കിൽ നാസ്തിക ദർശനങ്ങളെയും ഒക്കെ തന്നെയും നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത സഹയാത്രികനായിരുന്ന അല്ലെങ്കിൽ അനുയായിയായിരുന്ന ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ വലിയൊരു യുക്തിവാദിയായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിവാദം അസ്വസ്ഥതയായിട്ട് തോന്നിയില്ലല്ലോ. നമുക്ക് തോന്നുന്നുണ്ടാകും ഒരു പക്ഷേ. അത് നമ്മുടെ വിവരക്കേടുകൊണ്ടാണ്. അതിനകത്തുമുള്ള സത്യങ്ങളെ തിരിച്ചറിയുന്നവനാണല്ലോ ജ്ഞാനി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, കർമ്മസിദ്ധാന്തത്തെ ശാസ്ത്രം ഉൾക്കൊണ്ട് അതിനൊരു ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം വെടിയുന്നതാണ് നല്ലത് എന്നാണ്. കാരണം ഒരിക്കലും അത് അറിയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അറിയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പ്രകൃതിയുടെ പല നിയമങ്ങളെയും തകിടം മറിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് അത് അറിയാതെ ആളുകൾ ചെയ്തോളും, അറിയാതെ ആൾക്കാർ അതിൻ്റെ ഫലം അനുഭവിച്ചോളും. അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ളവരെ പലപ്പോഴും ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. ഗൗതമ ബുദ്ധൻ തന്നെ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ലോകത്തുള്ള കഷ്ടപ്പാടുകൾക്കെല്ലാം കർമ്മമാണ് കാരണം എന്ന് സ്ഥാപിക്കുകയും ആ കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ നിത്യമായുള്ള മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി വിഹരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ പക്ഷേ നമ്മൾ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആ സമൂഹം അതിൻ്റെതായ വഴി കൂടി പോയി അദ്ദേഹത്തെ ഒരു ആരാധന പാത്രമാക്കി മാറ്റുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സാഹചര്യം എന്നുള്ളതും കൂടെ സാറ് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.